ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിൻ ബ്രേക്കർ സീസൺ 2 എപ്പിസോഡ് 4, അതായത് നാലാമത്തെ എപ്പിസോഡിലോട്ട് വന്നിരിക്കുകയാണ്. 3 എപ്പിസോഡുകൾ ഇറങ്ങി കഴിഞ്ഞു. നാലാമത്തെ എപ്പിസോഡിന്റെ റിയാക്ഷൻ വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ഒരു കഥ എന്ന് പറയുന്നത് മറ്റേ കീലുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് പോയി. പിന്നെ സക്കുറയും കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന സംഭാഷണം, മറ്റേ അൻസായ അവന്റെ കൂട്ടുകാരനെ രക്ഷിച്ചെടുത്തു, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പോടൊക്കെ എല്ലാം അതൊക്കെ നല്ല നല്ല സമാധാനമായിട്ട് പിരിഞ്ഞു. പിന്നെ ഒരു എൻഡ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് കീലിന്റെ അവിടുന്ന് അടി കൊണ്ട് ഒരാൾ എണീറ്റ് വരുന്നു. ഒരു മിസ്റ്ററി ക്യാരക്ടറാണ്. ഞാൻ മാങ്ക വായിച്ചിട്ടില്ല. മാങ്ക വായിച്ചവർക്ക് ക്യാരക്ടർ ആരാന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ടാറ്റോ ഒക്കെ ചുറ്റും ഭയങ്കര കട്ട ബോഡിയൊക്കെ ആയിട്ടാണ് ആളുടെ ഒരു മാസ് വരവ്. ആള് കീൽ ഗ്യാങ്ങിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നതാണ്. പക്ഷെ കീൽ ഗ്യാങ്ങിനെ മൊത്തം വൈപ്പൗട്ട് ചെയ്ത ബൊഫറിന് ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ് ആള്. പക്ഷെ കീൽ ഗ്യാങ്ങിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത് മൂപ്പരായിരിക്കാം. അപ്പോൾ മൂപ്പര ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മൂപ്പരുടെ ഒരു ചെറിയൊരു ക്യാരക്ടർ ഇൻട്രോ ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിച്ചിരിക്കും. നമുക്ക് അതിന്റെ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അന്നേരം വീഡിയോയിലോട്ട് പോവാം. തുടങ്ങിയിട്ടുണ്ടേ. ആ സ്കൂളിലെ സീനാണ്. എല്ലാണോ അടികൊണ്ട് പഴുത്തിരിക്കുകയാണ്. കൈക്കും കാലിനും മുഖത്തിനൊക്കെ നല്ല പരിക്ക് വെച്ചിട്ടുണ്ട്. എന്താ അവിടെ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു വെച്ചേക്ക എല്ലാം. സക്കുറ ഇന്ന് വന്നില്ല. തലക്കടി കിട്ടിയല്ലോ എല്ലാം ആയിരിക്കാതെ. ഓ ചുമ, ആൾക്ക് ചുമ പറ്റി. സക്കുറയെ കാണാൻ വേണ്ടി പോവാണ്. ആൾക്ക് വയ്യാതിരിക്കല്ലേ, രോഗിയെ സന്ദർശിക്കാൻ. എന്ത് വീട് ഇത്? വല്ല ഷെഡാണോ? ഒരു പ്രേതാലയം കണക്കാ വീട്. സക്കുറയുടെ വീടിന്റെ ലൊക്കേഷൻ കിട്ടു വന്നേ നോക്കിയേ. ബെല്ല് പോലും വർക്ക് ചെയ്യുന്നില്ല. ഡോറിന് ലോക്കില്ല. വീട് തന്നെയാണോ ഇത്? ഓ സീരിയസ് ആയല്ലോ. എന്താ മൂക്കില്? ഓ ഓ തീരെ വയ്യട്ട ആൾക്ക്. ഓ അത് റൂമല്ലേ? നോക്കിയേ. അന്ന് എന്റെ നോക്കി ഒരു വൃത്തി മെനയില്ലാത്തൊരു വീട്. ഓ ക്ലാസ്സിലുള്ള എല്ലാവരും കൊടുത്തു വിട്ടയാണ്. സക്കുറാക്ക് ക്ലാസ് റെപ്പാണല്ലോ, ക്ലാസ് ലീഡർ അല്ലേ. സക്കുറയ്ക്ക് സ്മാർട്ട് ഫോൺ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. ആളുകളോട് എങ്ങനെ സംസാരിക്കണം അതിനെപ്പറ്റി വല്ല ധാരണ ഒന്നും ഇല്ലാത്ത ആളാണ്. ഓ നാളെയും കൂടെ വന്നില്ലെങ്കിൽ
പ്രോപ്പറായിട്ട് വന്ന് ചെക്ക് ചെയ്യാം. ഓ, വീട്ടിൽ മര്യാദക്ക് ഭക്ഷണമൊന്നുമില്ല. ഓരോരുത്തർ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടത് അത് അവരുടെ പേര് വെച്ച് ഒട്ടിച്ച് വിട്ടേക്കുന്ന ആ പ്രോഡക്റ്റ്. സക്കുറയുടെ ഫ്ലാഷ് ബാക്ക് ആണെന്ന് തോന്നുന്നു. നോക്കാം. അല്ല, കഴിഞ്ഞ എപ്പിസോഡിലെ ആ സീനാണ്. ആളുടെ പുറമേ ഉള്ള വിചാരം ആള് മറ്റുള്ളവരെ ഒന്നും ഗൗനിക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ആൾക്ക് അവരോടൊക്കെ ഭയങ്കര താല്പര്യവും സ്നേഹവും ഇഷ്ടവും അവർക്ക് വേണ്ടി വറി ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആളുടെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓ എന്തത്? ഓ, മാനേജ് ഇട്ട് കൊടുത്തേ. ഉമ്മമിയ പറഞ്ഞ അതേ ഡയലോഗ് ഉമ്മമിയ പറഞ്ഞു കൊടുത്ത് ഇവൾക്ക്. സെക്കൻഡ് ഇയേഴ്സ്. ഓ, കാജികൊക്കെ ഗസ്റ്റോ? അതെ, സംസാരം കേൾക്കാൻ വേണ്ടി ക്ലാസ് മൊത്തം അവിടെ. ഓ, സക്കുറ ഇപ്പൊ സ്കൂള് മൊത്തം ഫേമസാ. ആ ഒരു ശബ്ദം പൊളിയല്ലേ. ഓ, സക്കുറയുടെ ആ ചിന്താഗതി തന്നെ മാറിപ്പോയിരിക്കുക. മനുഷ്യരുമായിട്ട് അധികം ഇടപഴകാത്ത ഒരാളാണെന്ന് തോന്നുന്നു സക്കുറ. അധികം ഇടപെട്ടിട്ടില്ല.
എല്ലാരും അവനെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം ഇവന്റെ ഒരു മുഖത്തിന്റെ ഭാവം നിറമൊക്കെ കാരണം മുടിക്കൊക്കെ 2 തല നിറം കാരണം ആൾക്കാരൊക്കെ ഇവനെ എന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. അത് കാരണം മനുഷ്യന്മാരായിട്ട് അധികം ഇടപെട്ടിട്ടില്ല. കോഫിയോ? സ്കൂളിന്റെ മുകളിൽ സിമ്പിൾ. ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട്. ഗ്രീൻ ടീ. ഓ കാജി കറക്റ്റ് പോയിന്റ് സക്കറടിക്ക് പറഞ്ഞു കൊടുക്കുന്ന. താൻ ശക്തനാന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരോടൊന്നും സഹായം ചോദിക്കാത്തത്. എന്തുകൊണ്ട്? ജനങ്ങൾ തന്നെ പുച്ഛിക്കും, അതിന്റെ പേടി കൊണ്ട്. കറക്റ്റ് പൂജ കാജി പറഞ്ഞു കൊടുക്കുന്ന. ഓ സക്കറെ പോലെ തന്നെയല്ലേ പൂച്ച. എല്ലാ ഉപമയും കറക്റ്റ് കാജി പറഞ്ഞു കൊടുക്കുന്നതല്ല. കറക്റ്റ് ആയിട്ട് നല്ല കൃത്യമായിട്ട് കുറിക്ക് തന്നെ കൊള്ളുന്നുണ്ട് സക്കറയുടെ. പോയിന്റ് കാജിയുടെ ഒരു കൊള്ളാ കിടിലം. ആൾക്ക് ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല മോട്ടിവേറ്റ് ചെയ്യാനും അറിയാട്ടാ. സക്കറയുടെ ഉള്ളിലെ ആ ഒരു ക്യാരക്ടറാണ് ഞാൻ കാണിക്കുന്നത്. ഇവരെല്ലാം പുറകിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മൂന്തടിച്ചു പൊളിച്ചു. ആരുടെ? ഉമമിയുടെ. അതൊരു ജൂനിയർ ചെക്കൻ. ഓടി ഓട്ടം കണ്ട. അല്ല ഉമമി ഒരു ചില്ലും കൂടാണ്. എപ്പോഴും കൂൾ മൈൻഡ്, ചിരിച്ച് കളിച്ച് ഒരു നേതാവാണെന്നുള്ള ഒരു ഭാവമൊന്നുമില്ല. എല്ലാവരുമായിട്ട് അങ്ങോട്ട് ഫ്രണ്ട് ചെയ്യാം.
കാജി ഇങ്ങനെ അഡ്വൈസ് കൊടുക്കുന്ന പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. എന്തൊരു ഓ ഇതേ ഡയലോഗ് കാജിയെടുക്ക് ഹിറാക്കി പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, കാജി സ്കോർ ചെയ്ത് കൊള്ളാരട്ടാ, അടിപൊളി എപ്പിസോഡായിരുന്നു. കാജിയാണ് ഈ എപ്പിസോഡിൽ പൊളിച്ചടിക്കിയത്. ആ ഒരു മോട്ടിവേഷൻ സ്പീക്ക് സക്കുറയൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ MC. അതുപോലെ കാജിക്ക് ഇതുപോലൊരു അനുഭവം മുമ്പ് നേരിട്ടതുകൊണ്ട് കാജി തന്റെ ജൂനിയെ പറഞ്ഞു കൊടുത്തു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ സക്കുറയുടെ എന്താണ് ലൈഫ് സ്റ്റൈല്, സക്കുറയുടെ ചെറിയ രീതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സക്കുറ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്, സക്കുറയുടെ ഒരു ജീവിത ലൈഫ് സ്റ്റൈൽ, സക്കുറയുടെ ആ ഒരു മെന്റാലിറ്റി, സക്കുറ എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നത്, എന്താണ് സക്കുറ പേടിക്കുന്നതെന്നൊക്കെ ഈ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിനെ ഇനി തരണം ചെയ്യാനാണ് ഇനി സക്കുറ ശ്രമിക്കേണ്ടത്. എന്തായാലും കൊള്ളായിരുന്നു. കാജിയാണ് ഈ എപ്പിസോഡ് കൊണ്ടുപോയെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ എപ്പിസോഡിലെ MVP കാജിയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കൊള്ളാം, അടിപൊളി എപ്പിസോഡായിരുന്നു. ഇനി ഇത്തരം റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി 5ാമത്തെ എപ്പിസോഡ് അടുത്ത ആഴ്ച ഇറങ്ങും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.